എൻ്റെ ഒരു സിറ്റുവേഷൻ പറയാം. ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ് കേട്ടോ. ഇപ്പോൾ കോടതിയിൽ ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ്. അതേപോലെ അറസ്റ്റായെന്ന് പോലീസിടത്തും ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഇനി ഇതിനെക്കുറിച്ച് ഒരിക്കലും പേരെടുത്ത് സംസാരിക്കില്ലെന്ന്. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട്. പിന്നെ കേസ് മേലെ കേസ് കൊടുത്ത് എൻ്റെ വായടച്ചിട്ട് മിണ്ടാതിരിക്കുന്നു പറഞ്ഞാൽ மற்றவரெல்லாரும் சம்சாரிக்கணும். நாம நிம்மதியா போகணும், எதுலயும் தலையிடக்கூடாது, பீஸ்ஃபுல்லா இருக்கணும்னு நினைக்கிறாரு. பட் அந்த சைட்ல இருந்து தான் ஏதாவது பேக் டு பேக் வந்துட்டே இருக்கு ஏதாவது. ஸோ என்னோட சிச்சுவேஷன் நான் எல்லாருக்கும் മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ എന്നോട് ഒരു അവസ്ഥ. ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മേലിൽ അടുത്ത കേസ്, സംസാരിച്ചില്ലെങ്കിൽ യൂട്യൂബ്കാരും പിന്നെ ഇന്ന് റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ ഫോർജറിനൊക്കെ പറയുന്നു. സംസാരിച്ചില്ലെങ്കിൽ അതിന് മേലെ ഒരു വലിയ സംഭവം. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ മിണ്ടണോ ഇല്ല മിണ്ടാതിരിക്കണോ? മിണ്ടിയാലും കുഴപ്പം, மிண்டில்லைங்களும் பிரச்சனை. நான் என்ன பண்ணணும்? நான் என் பொண்டாட்டி கூட ஜாலியா இருக்கேன். ഞങ്ങൾക്ക് ഒരു കുട്ടി വരാൻ പോകും, വരും. അപ്പൊ ഞങ്ങളുടെ കുടുംബം നോക്കി ഞങ്ങൾ പോകുന്നതായിരിക്കും നല്ലത്. അവർക്ക് അർഹതപ്പെട്ടത് അവരവർക്ക് തീർച്ചയായിട്ടും കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ இந்த ഫോർജറിங்கிற வாக்கு பாலாக்கு அருகதப்பட்ட வாக்கு அல்ல. அது ரொம்ப தப்பு, ரொம்ப தப்பு, ரொம்ப தப்பு. எதுவுமே தெரியாம இப்ப അങ്ങനെയൊക്കെ പറഞ്ഞാല് നമ്മൾ ഒരു മനസാര இந்த வைக்கம் ചോദിച്ചു பாருங்க, മനസാര ഒരുപാട് പേർക്ക് നന്മ പண்றோம். அந்த നന്മയ്ക്കെല്ലാം വിഷം വയ്ക്കുന്നത് പോലെ ആയി പോകും. ഇങ്ങനത്തെ വാക്കുകൾ മീഡിയാസ് യൂസ് ചെയ്യരുത്. അങ്ങനെ ഒരാളല്ല ബാല. ഞാനും